എല്ലാ അഭയാർത്ഥികളും അഭയാർത്ഥികളാണോ? വടക്കൻ ആഫ്രിക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്പാനിഷ് അധിനിവേശ പ്രദേശമാണ് സ്യൂട്ട. കഴിഞ്ഞ ദിവസം 60,000-ലധികം അഭയാർത്ഥികൾ ഇവിടേക്ക് ഇരച്ചു കയറി. ലോകം ഞെട്ടലോടെയാണ് ഈ വാർത്ത കണ്ടത്. ഇവിടെ എത്തിച്ചേർന്നതിൽ ഭൂരിഭാഗം പേരും തിരിച്ച് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ യൂറോപ്പിൽ അഭയാർത്ഥികളായി കടന്നു കയറിയവർ വരുത്തിവെച്ച വിനാശം വളരെ വലുതാണ്. ഒരു കാലത്ത് സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും സുരക്ഷയുടെയും ഉയർന്ന ജീവിത നിലവാരത്തിൻ്റെയും സ്വപ്നഭൂമിയായിരുന്നു യൂറോപ്പ്. പിന്നീട് അഭയാർത്ഥികളുടെ കടന്നുവരവോടുകൂടി ആക്രമണത്തിൻ്റെയും സ്ഫോടനത്തിൻ്റെയും വൃത്തിഹീനമായ തെരുവുകളുടെയും പർദീസയായി മാറി യൂറോപ്പ്. അഭയാർത്ഥികളെ സ്വീകരിച്ച് അഭയം നൽകുന്ന യൂറോപ്യൻ ജനതയുടെ നല്ല മനസ്സ് ചൂഷണം ചെയ്യപ്പെട്ടു. അഭയാർത്ഥികളെന്ന വ്യാജേന മത തീവ്രവാദികൾ, തീവ്രവാദ സംഘടനകൾ, കുറ്റവാളികൾ കടന്നുകയറി. അഭയാർത്ഥികളായി വന്നവർ അഭയം തന്നവരെ ആക്രമിക്കുന്ന തുടർ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി. ദേവാലയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു. ആൾക്കൂട്ടത്തിലേക്കും ആഘോഷങ്ങളിലേക്കും വാഹനങ്ങൾ ഓടിച്ചു കയറ്റി കൊലപാതകങ്ങൾ. സ്ത്രീകളെ ആക്രമിക്കുന്നു. കുട്ടികളെ ചൂഷണം ചെയ്യുന്നു. മതനിയമങ്ങൾക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർക്കഥകളാകുന്നു. അഭയം തന്നവരെ ആക്രമിക്കുന്ന ഈ രീതികൾ ഇവർ എവിടെ നിന്ന് പഠിച്ചെടുത്തു? ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്? ഇനി പോളണ്ടിനെ കുറിച്ച്. പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. നിയമാനുസൃതമല്ലാത്ത ഒരൊറ്റ അഭയാർത്ഥിയെ പോലും സ്വീകരിക്കാത്ത ക്രൂര രാജ്യം. ഫലമോ? തെരുവുകൾ സുരക്ഷിതമാണ്. സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരാണ്. ആക്രമണങ്ങളില്ല, കത്തിക്കുത്തലുകളില്ല, സ്ഫോടനങ്ങളില്ല. ആഘോഷങ്ങളിലേക്ക് വാഹനമോടിച്ച് ആഹ്ലാദിക്കുന്നവരില്ല. പ്രശ്നം അഭയാർത്ഥികളല്ല, അഭയാർത്ഥികളെന്ന വ്യാജേന കടന്നുകൂടുന്ന ചില തീവ്ര ചിന്താഗതിയുള്ളവരല്ലേ? Zero illegal migration equals zero terror attacks. The safest place in Europe.